നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എക്സ്പ്ലോറിംഗ് ദ ഓട്ടോക്യാഡ് യൂസർ ഇൻ്റർഫേസ്, അതായത് GUI, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. എന്തൊക്കെ നമ്മുടെ സ്ക്രീനിൽ കാണുന്നുണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ ഈ ഓട്ടോക്യാഡ് പ്രോഡക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തൊക്കെ സ്ക്രീനിൽ കാണുന്നുണ്ട്, വാട്ട് ഓൺ സ്ക്രീൻ. ഓക്കെ, സ്ക്രീനിൽ കാണുന്ന ടൂൾസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടു പോവാം. ഓക്കെ, അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഓട്ടോക്യാഡ് 2024, അതായത് ലേറ്റസ്റ്റ് വെർഷനായ 24 ആണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഓട്ടോക്യാഡ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഇൻ്റർഫേസ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മുടെ സ്ക്രീനിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് പരിചയപ്പെട്ടു തരാം. ഇതിൽ ഓപ്പൺ ഉണ്ട്, ന്യൂ ഓപ്ഷനും ഉണ്ട് അല്ലേ. നമ്മുടെ സ്ക്രീനിൽ പുതിയൊരു പേജിലേക്ക് നമ്മൾക്ക് വരണമെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കുക, ന്യൂ കൊടുക്കുക. ന്യൂ ഷീറ്റിലേക്കാണ് നമ്മുടെ സ്ക്രീൻ വരുന്നത് അല്ലേ. പുതിയൊരു പേജ് എടുക്കുന്ന പോലെയാണ് പുതിയൊരു ഷീറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തേക്കുവാണ് ഇവിടെ. അതിൻ്റെ പേര് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്, ഡ്രോയിങ് 1 എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ് നമ്മളിപ്പോൾ പഠിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞില്ലേ. അതായത് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് പറയാം. GUI ഈസ് ദി സ്ക്രീൻ ദാറ്റ് ഗ്രീറ്റ്സ് യു വെൻ യു ഫസ്റ്റ് സ്റ്റാർട്ട് ഓട്ടോക്യാഡ്. ഇതിൽ കുറച്ച് മേജർ ഐറ്റംസ് ഉണ്ട്. അതായത് ഉള്ളിലേക്ക് പോകുമ്പോൾ കുഞ്ഞു കുഞ്ഞു ടൂൾസ് ഉണ്ട്, അതിനു മുന്നേ പുറത്ത് എന്തൊക്കെ കാണുന്നുണ്ട്, മേജർ ഐറ്റംസ് ഞാൻ പറഞ്ഞ മേജർ ടൂൾസ് എന്തൊക്കെയാണ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ മെനു ആണ്. ഈ ഒരു ഫസ്റ്റ് ടോപ്പ് ലെഫ്റ്റിലായിട്ട് കാണുന്ന ആപ്ലിക്കേഷൻ മെനു, ക്യാപിറ്റൽ ലെറ്റർ എയിൽ കാണുന്ന ലോഗോയാണ്. അത് ജസ്റ്റ് ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മെനുവിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് ന്യൂ, ഓപ്പൺ, സേവ് ആസ്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ഡ്രോയിങ് യൂട്ടിലിറ്റീസ്, ക്ലോസ്, അങ്ങനെ കുറച്ച് എന്താ പറയുക, നമുക്ക് അത്യാവശ്യമായിട്ട് എടുക്കേണ്ട കുറച്ച് ഫയൽ മാനേജ്മെൻറ്റ്സ് ഇവിടെ ഉണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി വിടുന്നതേ ഉള്ളൂ. ആപ്ലിക്കേഷൻ മെനുവിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ന്യൂ, പുതിയൊരു ഡ്രോയിങ് ഷീറ്റ് എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ, നമുക്ക് ഓൾറെഡി ഈ ഒരു സിസ്റ്റത്തിൽ സേവ്ഡ് ആയിട്ടുള്ള ഒരു ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ സേവ് ചെയ്യണം, നമ്മുടെ വർക്ക് ഒന്ന് സേവ് ചെയ്യണം. സേവാസ് ഉണ്ട്, പുതിയൊരു ഡെസ്റ്റിനേഷനിൽ നമുക്ക് പുതിയൊരു പേരൊക്കെ കൊടുത്ത് നമുക്ക് നമ്മുടെ ഫയലൊന്ന് സേവ് ചെയ്യണം, അതുപോലെ സേവാസ് ചെയ്യണം. ഒക്കെ ഇത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ മെനുവിൻ്റെ അകത്ത് വരുന്നുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡ്രോയിങ്സ് തുടങ്ങുമ്പോഴത്തേക്ക് പറഞ്ഞുതരാവുന്നതാണ്. ഓക്കെ, ഇതിൽ ഞാൻ ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കേഷൻ മെനുവിടെ തൊട്ടടുത്ത് കണ്ടോ കുറച്ച് ടൂൾസ് കാണുന്നുണ്ടോ, അതിനെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നാണ് പറയുന്നത്. ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ എന്താണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് ആദ്യം അറിയണം. അതായത് ഈസിലി നമ്മളൊരു ഡ്രോയിങ് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊന്നൊരു ഫയൽ സേവ് ചെയ്യണമെങ്കിൽ ഞാൻ നോർമലി വരുന്നത് ആപ്ലിക്കേഷൻ മെനു ഡ്രോപ്പ് ഡൗൺ ചെയ്ത് ഇവിടെ സേവ് ഉണ്ട് അല്ലേ. അങ്ങനെയുള്ള ടൂൾസുകൾ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട കുറച്ച് ടൂൾസ് എവിടെ ഉണ്ടാവും, ഈസി ആയിട്ട് ക്വിക്ക് എന്നുള്ള വേർഡിൽ തന്നെ ഉണ്ടല്ലേ. പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്ത് എടുക്കണം എന്നുള്ള ടൂൾ ബാറിൽ നമുക്ക് നമ്മളായിട്ട് തന്നെ അവിടെ കസ്റ്റം ചെയ്ത് ഇട്ടാലേ പറ്റത്തുള്ളൂ. അതായത് ഇവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ന്യൂ, ഓപ്പൺ, സേവാസ് ഒക്കെ ടിക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ടോപ്പ് വ്യൂവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ന്യൂ എന്നുള്ളത് ഓപ്ഷൻസ് ഉണ്ട്, സേവ് ഉണ്ട്, സേവാസ് കണ്ടോ. ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൂൾ അവിടെ എടുത്തിടണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, അൺടിക്ക് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇവിടെ ഇപ്പോൾ നോക്കിക്കേ, ഞാൻ സേവാസ് അൺടിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ അത് ഡിസപ്പിയർ ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഫയൽസും ഇതുപോലെ എന്ത് ചെയ്യാനും കഴിയും. ഈസി ആയിട്ട് ഇവിടെ സേവ് ഉണ്ട്, പ്രിൻ്റ് എടുക്കേണ്ട ഓപ്ഷൻ, പ്ലോട്ടുണ്ട്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് അത് മാത്രം അവിടെ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം എടുത്തിട്ടാൽ മതി, അല്ല എല്ലാം അവിടെ സെലക്ട് ചെയ്ത് ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത് ടൈറ്റിൽ ബാറാണ്. ഈ ടൈറ്റിൽ ബാറിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇത് ഏത് കമ്പനിയുടെയാണ് ഓട്ടോഡെസ്ക്, ഏത് കമ്പനിയുടെ ഈ പ്രോഡക്റ്റ് നെയിം എന്താണ്, ഓട്ടോക്യാഡ് ഏത് വെർഷനാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്, 2024, നമ്മൾ ഏത് ഷീറ്റിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്, ഡ്രോയിങ് 1. ഇനി അതിൻ്റെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ്, .dwg. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് .dwg എന്നുള്ളത്. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം മ്യൂസിക്കിൻ്റെയൊക്കെ ആണെങ്കിൽ .mp3 എന്ന് പറയുക അല്ലേ, വീഡിയോയുടെ ആണെങ്കിൽ നമ്മൾ .mp4 എന്ന് പറയും. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോക്യാഡ് പ്രോഡക്റ്റിനും ആ ഫോർമാറ്റ് അല്ലെങ്കിൽ ആ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ് .dwg എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്ക്രീനിൽ ടോപ്പ് റൈറ്റ് ആയിട്ട് കാണുന്ന ഈ ഒരു ഓപ്ഷൻസ് ആണ്.
ഇതെന്ന് പറയുന്നത് ഇൻഫോർമേഷൻ സെൻറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതാ ഈ ഒരു ടൈറ്റിൽ ബാർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ആ ഒരു ബാറിനെയാണ് നമ്മൾ ഇൻഫോർമേഷൻ സെൻറ്റർ എന്ന് പറയും. അതായത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓട്ടോക്യാഡിലുള്ള ടൂൾസിൽ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും നമുക്ക് വരുവാണെങ്കിൽ നമുക്ക് രണ്ട് ഹെൽപ്പ് എടുക്കാൻ സാധിക്കും. അതായത് ഓൺലൈൻ ഹെൽപ്പും ഉണ്ട്, അവിടെ ഓഫ്ലൈൻ ഹെൽപ്പും ഉണ്ട്, നമുക്ക് ആക്സസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പം ഓൺലൈൻ ഹെൽപ്പ് നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ, അതായത് ആക്സസ് ചെയ്യണമെങ്കിൽ നല്ല ഹൈ സ്പീഡ് നെറ്റ്വർക്കും വേണം, അതുപോലെ നമ്മുടെ വിൻഡോസ് കറക്റ്റ് ഒറിജിനലും ആയിരിക്കണം, സോഫ്റ്റ്വെയർ ജെന്യൂനും ആയിരിക്കണം. എങ്കിലേ നമുക്ക് അവിടെ ഓൺലൈൻ ഹെൽപ്പ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതായത് കറക്റ്റ് നമ്മുടെ ഓട്ടോക്യാഡ് ഏത് വെർഷനാണോ നമ്മൾ ചെയ്യുന്നത് ആ ഒരു വെർഷൻ്റെ ഹെൽപ്പ്, ഓൺലൈൻ ഹെൽപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഇട്ടിരുന്നാൽ മാത്രമേ അത് നമുക്ക് സെർച്ച് ചെയ്ത് ഏതെങ്കിലും ടൂൾസിൽ എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ സെർച്ച് ചെയ്ത് കൊടുത്ത് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓൺലൈൻ ഹെൽപ്പിന് ഇത്ര കുറച്ച് കാര്യങ്ങൾ വേണ്ടി വരും എന്നുള്ളതാണ്. എന്നാൽ ഓഫ്ലൈൻ ഹെൽപ്പും അവിടെ വരുന്നുണ്ട്. നമ്മുടെ ഇൻഫോർമേഷൻ സെൻറ്ററിൽ ഓഫ്ലൈൻ ഹെൽപ്പും ഉണ്ട്. ഓഫ്ലൈൻ ഹെൽപ്പിന് ആക്ച്വലി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തൊക്കെ ഇട്ടിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അക്സസ് ചെയ്തെടുക്കാം. അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് F1. ഞാൻ ഇപ്പോൾ കീബോർഡിൽ F1 എന്നുള്ള ഷോർട്ട് കീ അടിക്കുമ്പോൾ കണ്ടോ ഓഫ്ലൈൻ ഹെൽപ്പ് എന്താ അവർ കാണിക്കുന്നത്. നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടിട്ടില്ല. ഓഫ്ലൈൻ ഹെൽപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഏത് ഷോർട്ട് കീ അടിച്ചെടുക്കാൻ നിങ്ങൾക്ക് F1 എന്നുള്ള ഷോർട്ട് കീ കൊടുത്ത് എടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ബാറിൻ്റെ ആവശ്യം, അതായത് ഇൻഫോർമേഷൻ സെൻറ്ററിൻ്റെ ആവശ്യം നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തേക്കുക, ഓൺലൈൻ ഹെൽപ്പും ഉണ്ട്, ഓഫ്ലൈൻ ഹെൽപ്പും ഉണ്ട്. ഇതിൽ നമുക്ക് ഓട്ടോഡെസ്കിൽ നമുക്ക് അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, സൈൻ ഇൻ ചെയ്ത് നമുക്ക് വേണ്ട ഡൗട്ട്സുകൾ ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഓൺലൈൻ ഹെൽപ്പ് വേണമെങ്കിൽ ആദ്യം ഫസ്റ്റ് എന്ത് ചെയ്യണം, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ദെൻ ഇതിൽ സൈൻ ഇൻ ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇതിൽ വരുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞല്ലേ നമ്മൾ GUI ആണ് പഠിപ്പിക്കുന്നത്, അതായത് ജസ്റ്റ് ഒരു ഇൻ്റർഫേസ് നമ്മളൊന്ന് പറഞ്ഞു പോകുന്നു. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണ്, ഓരോ ടൂൾസ് എന്തൊക്കെയാണെന്ന് പയ്യെ നമുക്ക് പഠിച്ചു പോകാം. ഇതിൽ ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർഫേസ് ഇനി അടുത്ത് എന്തൊക്കെ കാണുന്നുണ്ട് അല്ലേ, ഈ ഫയൽ ടു എക്സ്പ്രസ് വരുന്ന ബാർ കാണുന്നുണ്ടോ, അതിനെ മെനു ബാർ എന്ന് പറയും. നെക്സ്റ്റ് നമ്മൾ നോട്ട് ചെയ്യാം, മെനു ബാർ. ഫയൽ ടു എക്സ്പ്രസ് വരെ ഉള്ളതിനെയാണ് നമ്മൾ മെനു ബാർ എന്ന് പറയുന്നത്. അതായത് മോസ്റ്റ് ഓഫ് ദി ടൂൾസും ഇതിലുണ്ടായിരിക്കും നമ്മുടെ മെനു ബാറിലോട്ട്. നമുക്ക് വേറൊരു പേരെന്താ പറയാം, മെയിൻ പാത്താണെന്ന് പറയാം. മെനു ബാർ എന്ന് പറയുന്നത് എന്താണ്, മെയിൻ പാത്താണ്. ഏതൊരു ടൂൾ എടുക്കണമെങ്കിലും ഒരു മെയിൻ പാത്ത് എന്ന് പറയുന്നത് മെനു ബാറാണ്. ഈ മെനു ബാറിനെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ, ഫയൽ ടു എക്സ്പ്രസ് വരെ ഉള്ളതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള ടൂൾസ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ടിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്ത് നമുക്ക് ആ ടൂൾസുകൾ ഇവിടെ ടോപ്പ് ലെഫ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഹൈഡ് ചെയ്യാനും, നമ്മുടെ മെനു ബാറിനെ ഹൈഡ് ചെയ്യാനും അതുപോലെ തന്നെ ഷോ ചെയ്യാനും ഒരു ഓപ്ഷൻ എന്തുണ്ട്, ആ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ നോക്കിയേ, ഇപ്പോൾ ഓൾറെഡി കാണുന്നുണ്ട്. തിരിച്ച് എനിക്ക് ആ ഒരു മെനു ബാർ ഹൈഡ് ചെയ്യണമെങ്കിൽ ഇതാ ആ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഫയൽ ടു എക്സ്പ്രസ് എന്നുള്ളത്, ആ ഒരു മെനു ബാർ ഹൈഡ് ആയിട്ടുണ്ട്. തിരിച്ച് ഷോ ചെയ്യാനും എന്ത് തന്നെയാണ് ആ ഒരു ഓപ്ഷനിൽ തന്നെ നിങ്ങൾ കൊടുത്താൽ മതി. കണ്ടോ, ഷോ മെനു ബാർ. അപ്പം എപ്പോഴും നിങ്ങൾ സ്ക്രീൻ ഓപ്പൺ ആക്കി ഇടുമ്പോഴത്തേക്ക് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ആവശ്യമായിട്ടുള്ള ടൂൾസ് എടുക്കുക. സെക്കൻഡ് വരുന്നത് മെനു ബാർ അവിടെ ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ അങ്ങനെയുള്ള മെനു ബാർ മാത്രമല്ല, ഇനി ഞാൻ നെക്സ്റ്റ് അടുത്തടുത്ത് ഓരോന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഓരോ ടൂൾസും സ്ക്രീനിൽ കാണുന്നുണ്ടോ, നമ്മൾ ഹൈഡ് ചെയ്തല്ല കിടക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. ഇതിൽ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ റിബൺ ടൂൾ ബാർ. മെനു ബാറിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് റിബൺ ടൂൾ ബാർ. ഇത്രയും ഒരു പോർഷനാണ് റിബൺ ടൂൾ ബാർ എന്ന് പറയുന്നത്. ഈ റിബൺ ടൂൾ ബാറിനെ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ടൂൾസ് ഒന്ന് അഡ്രസ്സ് ചെയ്ത് കിടക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ മെയിൻ ബാറിലും നമ്മുടെ ടൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ റിബൺ ടൂൾ ബാറിൽ നിന്നും നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പം ഓരോ ടാബ്സിലായിരിക്കും ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. എന്താ, ഹോം ടാബ്, ഇൻസേർട്ട്, അനോട്ടേറ്റ്, പാരാമീറ്റർ, അങ്ങനെ ഓരോ ടാബ്സിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. റിബൺ ടൂൾ ബാർ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ടാബ്സും അതുപോലെ തന്നെ പാനൽസും. ഓക്കെ, നമുക്ക് മെയിൻലി ബേസ് ആയിട്ട് നമ്മൾ പഠിച്ച് ആദ്യം ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ടാബ് ഏതാണ്, ഹോം ടാബിലുള്ള എല്ലാ കാര്യങ്ങളാണ് നമ്മൾ അടുത്തടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാം. അപ്പം
ടാബ് എന്നും തിരിച്ചിട്ടുണ്ട്, അതിനെ പാനൽസ് എന്നും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഹോം ടാബിൽ വരുന്ന പാനൽസ് ഏതൊക്കെയെന്ന് വെച്ചാൽ കാണുന്നുണ്ട്. ഡ്രോ പാനലുണ്ട്, മോഡിഫൈ പാനലുണ്ട്, അനോട്ടേഷൻ, ലെയേഴ്സ്, ബ്ലോക്ക്, പ്രോപ്പർട്ടി, അങ്ങനെ ഒത്തിരി പാനൽസിലാണ് ഓരോ ടൂൾസ് അസസ് ചെയ്തിട്ടേക്കുന്നത്. എന്തിനായിരിക്കും ഇങ്ങനെ ഓരോ പാനൽസിലും അല്ലെങ്കിൽ ഓരോ ടാബ്സിൻ്റെ അകത്തും ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ അഡ്രസ്സ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈസി ആയിട്ട് നമുക്കിപ്പോൾ ഒരു ലൈൻ ടൂൾ നമുക്ക് ചൂസ് ചെയ്യണം. ഏത് പാനലുണ്ടെന്ന് നോക്കിയാൽ മതി, ഡ്രോ പാനലിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മോഡിഫൈഡ് ടൂൾ ആയ മൂവ് ഇപ്പോൾ എടുക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഏതിലേക്ക് നോക്കിയാൽ മതിയായിരിക്കും, മൂന്നുള്ള ടൂൾ നമുക്ക് എടുക്കണമെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് മോഡിഫൈ എന്നുള്ള ഈ പാനലിൽ നമുക്ക് നോക്കിയാൽ മതി. അപ്പം ഓരോ പാനലിൽ നീറ്റായിട്ട് അഡ്രസ്സ് ചെയ്തേക്കണം. ഈസി ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാനും എളുപ്പത്തിന് ഒരു ഡ്രോയിങ് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അസസ് ചെയ്ത് എടുക്കാനും വേണ്ടിയിട്ടാണ് നമുക്ക് റിബൺ ടൂൾ ബാറിൽ ഇങ്ങനെ രണ്ടായിട്ട് അതിനെ അറേഞ്ച് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് റിബൺ ടൂൾ ബാറിൻ്റെ തൊട്ട് താഴെ വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ടോ, ഇതിനെ ഫയൽ ടാബ് എന്ന് പറയും. അതായത് ഫയൽ ടാബിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട്, ഡ്രോയിങ് 1 എന്നിങ്ങനെ കാണുന്നുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ നിൽക്കുന്ന ഷീറ്റ് എന്ന് പറയുന്നത് ഡ്രോയിങ് 1 ആണ്. നെയിം എന്താണ്, ഡ്രോയിങ് 1. നമുക്ക് പുതിയൊരു ഷീറ്റിലേക്ക് പുതിയൊരു ഷീറ്റ് ആഡ് ചെയ്തെടുക്കണമെങ്കിൽ ഇവിടെ എന്ത് കൊടുത്താൽ മതി, ഫയൽ ടാബിൽ ന്യൂ ഡ്രോയിങ് എന്നൊരു ആഡ് സിമ്പിൾ കാണുന്നുണ്ട് അല്ലേ, അത് കൊടുത്താൽ മതിയോ. അതല്ല ഇപ്പം നിങ്ങൾ നോക്കിയാൽ പുതിയൊരു ഷീറ്റ് വന്നുണ്ടോ, ഡ്രോയിങ് 2 എന്ന് വന്നുണ്ടോ, അത് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, ജസ്റ്റ് ക്ലോസ് ചെയ്യാൻ ചെയ്യാം. നമുക്കപ്പോൾ ഇപ്പോൾ അത് ഉപയോഗിക്കേണ്ട എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കളയാം. ഇതേ സെയിം കാര്യം തന്നെ ആപ്ലിക്കേഷൻ മെനുന്ന് നിങ്ങൾക്ക് ന്യൂന്ന് ഡ്രോയിങ് എടുക്കാവുന്നേ ഉള്ളൂ. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിലേക്ക് പോയി ടൈം നമുക്ക് പോകുന്നതിനെക്കാട്ടും ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ഫയൽ ടാബിൽ നിന്ന് ജസ്റ്റ് ആഡ് സിമ്പിൾ ഇവിടെ കൊടുത്താൽ മതിയാവും, പുതിയൊരു ഷീറ്റ് ഓപ്പൺ ചെയ്ത് വരും. ഓക്കെ, നെക്സ്റ്റ് എന്തൊക്കെ കാണുന്നുണ്ട്, ഈ ഫയൽ ടാബിന് തൊട്ട് താഴെ വരുന്ന കണ്ടോ, താഴെ വരുന്ന നമ്മുടെ വർക്ക് സ്പേസിനെ പറ്റി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഈ ഒരു വർക്ക് സ്പേസിൽ, ഈ ഒരു വർക്ക് സ്പേസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും. അതായത് എങ്ങും അവസാനം എൻഡ് ചെയ്യുന്നില്ല. ഡ്രോയിങ്സ് നമുക്ക് എത്രത്തോളം ഇൻഫിനിറ്റ് ആണോ നമുക്ക് എങ്ങും അവസാനിക്കാത്തതുകൊണ്ട് എത്രത്തോളം വേണോ ആ ഒരു ഡ്രോയിങ് ഷീറ്റിൽ നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് എടുത്തെഴുതേണ്ട ഒരു കാര്യമാണ്, വർക്ക് സ്പേസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. ഈ വർക്ക് സ്പേസിൽ പിന്നെ വേറെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കുറച്ച് 3 കാര്യങ്ങളുണ്ട്. അതായത് ഈ സിമ്പിൾസ് കാണുന്നുണ്ടോ, വ്യൂ പോർട്ട് കൺട്രോൾസ് ഉണ്ട്, വ്യൂ കൺട്രോൾസ് ഉണ്ട്, വിഷ്വൽ സ്റ്റൈൽ കൺട്രോൾസ് ഉണ്ട്. ഇവിടെ വ്യൂ പോർട്ട് കൺട്രോൾസ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ വ്യൂ പോർട്ട് കോൺഫിഗറേഷൻസ് അവിടെ അസസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഈ വ്യൂ പോർട്ട് കൺട്രോൾസ് ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ വ്യൂ ക്യൂബും ഉണ്ട്, നാവിഗേഷൻ ബാറും ഉണ്ട്. ഇപ്പം ഞാൻ ഈ വ്യൂ ക്യൂബ് ഓൾറെഡി സെലക്റ്റഡ് ആണ്, നാവിഗേഷൻ ബാറും സെലക്റ്റഡ് ചെയ്യുക. കണ്ടോ, ബി ക്യൂബ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനെയാണ് ബി ക്യൂബ് എന്ന് പറയുന്നത്. തൊട്ട് താഴെ ഞാനിപ്പോൾ ഓപ്പൺ ആക്കിയ നാവിഗേഷൻ ബാറും കാണുന്നത്. ബി ക്യൂബ് എന്ന് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്ഷൻസ് അറിയാനാണ്. അതായത് ടോപ്പായിട്ട് നിൽക്കണോ, ലെഫ്റ്റ് കൊടുക്കണോ, റൈറ്റ് വ്യൂവിൽ നിൽക്കണോ. അത് ആക്ച്വലി കൂടുതൽ യൂസ് ചെയ്യുന്നത് 3D ഡിസൈൻസ് ചെയ്യുമ്പോഴാണ് നമ്മളത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതായത് നോർത്ത് ബേസ് നിൽക്കുന്നോ, സൗത്ത് ബേസ് നിൽക്കുന്നോ, വെസ്റ്റ് വേണോ, ഈസ്റ്റ് വേണോ എന്നൊക്കെയുള്ള ഓരോ വ്യൂസിൽ നമുക്ക് 3D വ്യൂസിൽ കാണണമെങ്കിൽ നമ്മളത് ഏത് വെച്ചിട്ട് അത് കൺട്രോൾ ചെയ്യുന്നത്, ബി ക്യൂബ് വെച്ചിട്ടാണ് നമ്മളതിനെ കൺട്രോൾ ചെയ്യുക. അത് 2Dയിലായിരിക്കുമ്പോൾ 2D എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ടോപ്പ് വ്യൂവിൽ നമ്മൾ XY ആക്സിസ് മാത്രമേ കാണുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ എപ്പോഴും ടോപ്പ് ആയിരിക്കുക എന്ന് ശ്രദ്ധിച്ചു. ആക്ച്വലി ഇവിടെ യൂസ് നമ്മൾ കൂടുതലും വരുന്നില്ല, ടോപ്പ് വ്യൂവിലാണോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ തൊട്ട് താഴെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു വ്യൂ പോർട്ട് കൺട്രോൾസിൽ നിന്നാണ് ഈ 2 കാര്യങ്ങൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്തത് അല്ലേ, വ്യൂ ക്യൂബും നാവിഗേഷൻ ബാറും. എന്തായിരിക്കും അപ്പോൾ നാവിഗേഷൻ ബാർ നെക്സ്റ്റ് വരുന്നത്, ഈ കാണുന്നുണ്ടോ നാവിഗേഷൻ ബാർ എന്ന് വെച്ചാൽ മൗസ് കൺട്രോൾസാണ്. അതായത് നമ്മളുടെ മൗസിൽ നമ്മൾ സൂം ഇൻ സൂം ഔട്ട് ചെയ്യില്ലേ, അതുപോലെ പാൻ ചെയ്യില്ലേ, ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഈ നാവിഗേഷൻ ടൂൾ ബാറിൽ വരുന്നത്. സെയിം എന്താ നോക്കിക്കേ, ഇവിടെ സൂം ഇൻ സൂം ഔട്ടൊക്കെ നമ്മൾ മൗസ് ചെയ്യുന്ന കണക്ക് തന്നെ ഫുൾ സൂമിൻ്റെ ഓപ്ഷൻസ് ഫുൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ മൗസിൽ നമ്മൾ പാൻ ചെയ്യുന്ന കാര്യം തന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ടോട്ടലി നാവിഗേഷൻ മാറുന്നത് എന്താണ്, മൗസ് മൂവ്മെൻറ്റ്സ് നമുക്ക് ചൂസ് ചെയ്യണം അല്ലേ. മൗസിൽ നിന്ന് തന്നെ കൺട്രോൾസ് നമുക്ക് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ ടൂൾ ബാറിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വ്യൂ ക്യൂബിൽ ടോപ്പാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് എന്താണ്, നമ്മുടെ വ്യൂ കൺട്രോൾസിനും എന്താണ് തന്നെയായിരിക്കും
വ്യൂ ക്യൂബിൽ എന്താണോ അത് തന്നെയായിരിക്കും, ടോപ്പ് ആണെങ്കിൽ ടോപ്പ്. ഓരോ വ്യൂസും നമുക്കിവിടെ സെറ്റ് ചെയ്യാം കണ്ടോ. ഇപ്പോൾ ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ്, ഫ്രണ്ട്. ആക്ച്വലി ഇത് ടോപ്പ് ഒഴികെ ബാക്കിയെല്ലാം കൂടുതൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നതിലായിരിക്കും നമ്മുടെ 3Dയിലായിരിക്കും അല്ലേ. അതായത് XYZ ചുറ്റിക്കറങ്ങി നമുക്ക് ബോട്ടം വ്യൂ ആണോ അല്ലെങ്കിൽ ലെഫ്റ്റ് വ്യൂ ആണോ റൈറ്റ് വ്യൂ ആണോ എന്ന് ചുറ്റിക്കറങ്ങി നമുക്കൊരു 3D വ്യൂ നമ്മൾ നോക്കണമെങ്കിൽ ബാക്കി വ്യൂസിലോട്ട് സെറ്റ് ചെയ്യാം. 2D ആണെങ്കിൽ നിങ്ങൾ എന്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ടോപ്പ് ആക്കി ഇട്ടേക്കുക. നെക്സ്റ്റ് വരുന്ന അടുത്തതിൽ എന്ത് ശ്രദ്ധിക്കണം, വിഷ്വൽ സ്റ്റൈൽ കൺട്രോൾസിൽ എന്ത് തന്നെ ആയിരിക്കണം എന്ന് ശ്രദ്ധിക്കുക. 2D വയർഫ്രെയിമിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക. അതായത് 2D വയർഫ്രെയിം ഒഴികെ ബാക്കി എല്ലാ ഓപ്ഷൻസും വരുന്നത് 3Dയിലാണ്. അതായത് നമ്മുടെ ഒരു സോളിഡ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ക്യൂബ് എടുത്തു, ആ ഒരു ക്യൂബിനെ 2D വയർഫ്രെയിമിലാക്കാം, ഇനി കൺസെപ്ച്വലാക്കാം, ഹിഡൻ ആക്കാം, റിയലിസ്റ്റിക് ആക്കാം, അതുപോലെ ഷെയ്ഡഡ് ഫോമിലാക്കാം, ഷെയ്ഡഡ് വിത്ത് എഡ്ജസ് കൊടുക്കാം. അതുപോലെ എന്തെങ്കിലും മെറ്റീരിയൽസ് കൊടുത്ത് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ നമുക്ക് ആ ഒരു വ്യൂയിലോട്ട് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ബാക്കി ഇതൊഴികെ ബാക്കി എല്ലാം കൺസിഡർ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുക ഏതിലാണ്, 3Dയിലാണ്. നിങ്ങൾ ആകെ 2D വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ ടോപ്പും 2D വയർഫ്രെയിം ആണോ നീറ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പം വർക്ക് സ്പേസിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിബൺ ടൂൾ ബാർ ഉണ്ടോ, നമ്മുടെ മെനു ബാർ ഉണ്ടോ, അതിങ്ങനെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ ഇത്ര നേരം പറഞ്ഞ വിഷ്വൽസ് കൺട്രോൾസ് പറഞ്ഞു, വ്യൂ ക്യൂബ് പറഞ്ഞു, നാവിഗേഷൻ ബാർ പറഞ്ഞു അല്ലേ. ഇനി എന്തൊക്കെയുണ്ടോ സ്ക്രീനിൽ നമുക്ക് പഠിക്കാൻ. ഈ ഒരു കാണുന്ന XY എന്ന് കാണുന്നൊരു ഓപ്ഷൻ കണ്ടോ, അതിനെ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയും. നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ അതിനെന്ത് പറയാം, ഈ ഒരു കാണുന്നുണ്ടോ, ഇതിനെയാണ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. വർക്ക് സ്പേസിലുള്ള ഒരേ ഒരു ഒറിജിൻ അല്ലെങ്കിൽ ഒരേ ഒരു പോയിൻ്റാണ് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒറിജിൻ വർക്ക് സ്പേസിലുള്ള അവർ തന്നിരിക്കുന്ന ഒരേ ഒരു ഒറിജിനെയാണ് നമ്മൾ എന്നത് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പോയിന്റിനെയാണ് നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഏത് പ്ലെയിനിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. XY എന്നതാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം 2D പ്ലെയിനിലാണ് നിൽക്കുന്നതെന്നുള്ളത് അല്ലേ. അതല്ല അത് XYZ മാറുകയാണെങ്കിൽ അതെന്താവും, 3D പ്ലെയിനിലോട്ടാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലായി. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് സ്ക്രീനൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ചേഞ്ച് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, XYZ ആക്കിയാണ്ടോ, ഇത് 3D ഡിസൈൻസ് വരയ്ക്കുമ്പോഴാണ് അത് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ 2D വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊന്നും നിങ്ങൾ സ്ക്രീൻ ആക്കിയിടരുത്, തെറ്റാണ്. എന്ത് തന്നെ കൊടുക്കുക, ഇവിടെ ടോപ്പും കറക്റ്റ് 2D വയർഫ്രെയിമും ആക്കിയിടുക. നെക്സ്റ്റ് അപ്പോൾ നമ്മുടെ വിഷ്വൽ കൺട്രോൾസ് പറഞ്ഞു, വി ക്യൂബ് പറഞ്ഞു, നാവിഗേഷൻ ബാർ പറഞ്ഞു, കോർഡിനേറ്റ് സിസ്റ്റം പറഞ്ഞു. നെക്സ്റ്റ് ബോട്ടം ലെഫ്റ്റിലായിട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുന്നുണ്ടോ ഈ ഒരു കാര്യങ്ങൾ, അതിനെ ലേഔട്ട് ടാബ് എന്ന് പറയും. ഇത്രയും എന്താണ് ലേഔട്ട് ടാബ്. ആക്ച്വലി ലേഔട്ട് ടാബ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻ്റ് എടുക്കുമ്പോൾ എല്ലാം വരച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന പർപ്പസിലാണ് ഈ ലേഔട്ട് ടാബ് യൂസ് ചെയ്യുന്നത്. ലേഔട്ട് ടാബിൽ ലാസ്റ്റ് PDF-ലോട്ട് നമ്മളൊരു ഡ്രോയിങ് വരച്ചു കഴിഞ്ഞു, അതിനെ PDF-ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എനിക്ക് പ്രിൻ്റ് എടുക്കണം എന്നതാകുമ്പോൾ നമുക്ക് ആ ഷീറ്റ് സെറ്റ് ചെയ്യണം അല്ലേ. നീറ്റായിട്ട് നമ്മുടെ ഷീറ്റിൽ വ്യൂ പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഷീറ്റിൽ നമുക്ക് പ്ലാന് അല്ലെങ്കിൽ നമ്മുടെ എന്താണോ വരയ്ക്കുന്നത് അത് ഇവിടെ വന്ന് നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടല്ലേ നമ്മൾ ഫൈനൽ PDF-ലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ലേഔട്ട് ടാബ് എടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകും. ഞാൻ ജസ്റ്റ് ഇൻ്റർഫേസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ നോർമൽ സ്പേസിലോട്ട് നമ്മൾ വരണമെങ്കിൽ ഇവിടെ എന്താ, നോർമൽ വർക്ക് സ്പേസിൽ വരണമെങ്കിൽ ഇവിടെ മോഡൽ കൊടുത്തിട്ടിരുന്നാൽ മതി. അപ്പോൾ ഇതിന് ഇത്രയാണ് ലേഔട്ട് ടാബ് എന്ന് പറയുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ബോട്ടം ലെഫ്റ്റിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് റൈറ്റിൽ കാണുന്ന കുറച്ച് കാര്യങ്ങൾ കാണുന്നുണ്ടോ, ഇതിനെ സ്റ്റാറ്റസ് ബാർ എന്ന് പറയും. പിന്നെ എന്താ പറയുന്നത്, സ്റ്റാറ്റസ് ബാർ എന്ന് പറയും. അപ്പോൾ മോഡലോട്ട് അങ്ങോട്ടുള്ള എല്ലാം എന്താ ഈ കാണുന്ന എല്ലാം എന്താണ് സ്റ്റാറ്റസ് ബാർ. അതായത് വർക്ക് സ്പേസിലുള്ള സെറ്റിങ്സും നമ്മുടെ വർക്ക് സ്പേസിൻ്റെ സെറ്റിങ്സും അതുപോലെ തന്നെ വർക്ക് സ്പേസിൻ്റെ സ്റ്റാറ്റസും നമുക്ക് ഏതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ ഒരു സ്റ്റാറ്റസ് ബാറിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ വർക്ക് സ്പേസിൽ ഗ്രിഡ് മോഡിലാണ് ഇപ്പോൾ കിടക്കുന്നത് അല്ലേ. നമുക്ക് ഗ്രിഡ് മോഡ് വേണ്ട എങ്കിൽ ജസ്റ്റ് ഇത് ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കാണിക്കുകയാണ് കണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള വർക്ക് സ്പേസിൽ കാണുന്ന കാര്യങ്ങൾ ചേഞ്ചസ് എന്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിന് ഇപ്പം നമ്മൾ ഓരോ ടൂൾസും ഉള്ളിൽ കയറി നമുക്ക് എടുക്കണമെന്നില്ല. എളുപ്പത്തിന് ഈ ഒരു സ്ക്രീനിൻ്റെ പുറത്തുനിന്ന് തന്നെ ഈസി ആയിട്ട് ചൂസ് ചെയ്യാനായിട്ട് നമുക്ക് അവർ തന്നിട്ടുണ്ട്. അതിലൊരു കാര്യമാണ് സ്റ്റാറ്റസ് ബാറിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പം വർക്ക് സ്പേസിൻ്റെ സ്റ്റാറ്റസും അതുപോലെ വർക്ക് സ്പേസിൻ്റെ സെറ്റിങ്സും നമ്മൾ ഏതിൽ കാണിക്കും, സ്റ്റാറ്റസ് ബാറിൽ കാണിക്കും. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കഴ്സർ മൂവ് ചെയ്യുന്നൊരു കാണുന്നുണ്ടോ നിങ്ങൾ, മൗസ് കഴ്സർ മൂവ് ചെയ്യുന്നത് തന്നെയാണ് ക്രോസ് ഹെയർ എന്ന് പറയും. കണ്ടോ, ഈ ക്രോസ് ഹെയർ അതായത് നമ്മൾ ഇപ്പോൾ ഈ ക്രോസ് ഹെയറിൻ്റെ പോയിൻ്റർ നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കും നമ്മൾ
ഇപ്പോൾ ഒരു ടൂളിൽ നിൽക്കുവാണോ അല്ലെങ്കിൽ ഒരു ടൂൾ ചൂസ് ചെയ്ത് നിൽക്കുവാണോ എന്നറിയാം. ഞാനിപ്പോൾ ഒരു ടൂൾ ഇവിടെ ടൂൾ ഓപ്ഷൻസ് ഇവിടെ ഞാൻ എടുത്തിട്ടില്ല. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലൈൻ ടൂൾ ഞാൻ എടുക്കുവാണെങ്കിൽ ഈ ഒരു കഴ്സർ കണ്ടോ, അതിൻ്റെ സെൻറ്ററിലുള്ള പിക്ക് ബോക്സ് അവിടെ കാണില്ല. അതായത് നമുക്ക് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഏതോ ഒരു ടൂളിൽ സെലക്ട് ചെയ്ത് നിൽക്കുവാണ്. ഞാനിപ്പോൾ എസ്കേപ്പ് അടിച്ച് ഞാൻ പുറത്തിറങ്ങി. ഇപ്പോൾ എന്താണ് കാണിക്കുന്നത്, ഇപ്പോൾ നമുക്ക് ആ സെൻറ്ററിലുള്ള സ്ക്വയർ പോലത്തെ ഇതിനെ പിക്ക് ബോക്സ് എന്ന് പറയും. ആ പിക്ക് ബോക്സ് അവിടെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം നമ്മളിപ്പോൾ ഒരു ടൂളും സെലക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത്. എന്തിനാണ് അത് വെച്ചിട്ട് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഹെവി പ്രോജക്റ്റ് വർക്ക്സ് വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ടൂൾസ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് ഈ ഒരു ക്രോസ് ഹെയർ നോക്കുമ്പോൾ മനസ്സിലാക്കാം. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നമ്മുടെ നാവിഗേഷൻ എന്താണ്, മൗസ് കൺട്രോൾസിന് വേണ്ടിയിട്ടുള്ള നാവിഗേഷനുണ്ട്, നമ്മുടെ ലേഔട്ട് പറഞ്ഞു, നമ്മുടെ UCS പറഞ്ഞു, എന്താ ഇതിനെ പറയുന്ന പേര്, UCS യൂസർ കോർഡിനേറ്റ് സിസ്റ്റം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസ് ബാറും ക്രോസ് ഹെയറും ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം നമ്മൾ വിട്ടുപോകരുത്. നമ്മുടെ സ്ക്രീനിൽ ഈ സെൻറ്ററായിട്ട് കാണുന്നുണ്ടോ, ഇതിനെ കമൻറ്റ് ബോക്സ് എന്ന് പറയും. കമൻറ്റ് ബോക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കമൻറ്റ് ബോക്സ് സ്ക്രീനിൽ ഫസ്റ്റ് ഓപ്പൺ ആണോ അല്ലയോ എന്ന് നോക്കുക. കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് മീഡിയേറ്ററാണ്. ഒരു യൂസറും ഒരു ഓട്ടോക്യാഡിൻ്റെ ഇടയ്ക്കുള്ള മീഡിയേറ്ററാണ് ഒരു കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത്. അതവിടെ എപ്പോഴും ഓപ്പൺ ആക്കി തന്നെ ഇട്ടേക്കുക. ഞാനിപ്പോൾ ക്ലോസ് ചെയ്തിടുവാണേ. ഞാൻ ജസ്റ്റ് അതിന് ക്ലോസ് ചെയ്ത്. ഇപ്പം നിങ്ങളെ സ്ക്രീനിൽ ഇത് കാണുന്നില്ല, കമൻറ്റ് ബോക്സ് ഇല്ല എന്ന് പറഞ്ഞ് നോക്കിയിരിക്കരുത്. അത് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള പാത്ത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതായത് നമുക്ക് കമൻറ്റ് ബോക്സ് എവിടെ നിന്നൊക്കെ ഓപ്പൺ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ മെനു ബാർ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ആ ഒരു മെനു ബാറിൽ കുറച്ച് ടൂൾസുകൾ കാണുന്നുണ്ട് അല്ലേ. കുറച്ചധികം ഫയൽസ്, ഇപ്പോൾ ഫയലുണ്ട്, എഡിറ്റ് ഉണ്ട്, വ്യൂ ഉണ്ട്, ഇൻസേർട്ട് ഉണ്ട്, ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ അത് ടൂൾസിൽ വരിക. നിങ്ങൾ ടൂൾസിൽ വരുമ്പോഴത്തേക്ക് ഇതിൽ കമാൻഡ് ലൈൻ എന്നൊരു ഓപ്ഷൻ കണ്ടോ. ആ കമാൻഡ് ലൈൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കണ്ടോ ഇവിടെ ആ ഒരു കമാൻഡ് ലൈൻ്റെ ബോക്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട് കീ വേണമെങ്കിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് Ctrl+9 അടിച്ചാലും മതി. അതായത് ഇവിടെ ടൂൾസ് തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് നോക്കിക്കേ. Ctrl+9 അടിച്ചാൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കളയാം. അതായത് ഇവിടെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഓപ്പൺ ചെയ്യാൻ വീണ്ടും അത് ഓപ്പൺ ചെയ്യാൻ Ctrl+9 അടിച്ച് കൊടുത്താൽ മതി എന്ന് അവർ തന്നെ അത് പറയുന്നുണ്ട് അവിടെ. ഇനി ഈ ഒരു കമാൻഡ് ബോക്സ് ഹിസ്റ്ററി കാണണമെങ്കിൽ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ചെയ്യണ ആരോ സിമ്പിൾ കണ്ടോ, കമാൻഡ് ഹിസ്റ്ററി എന്ന് അവർ തന്നെ അത് നോട്ട് ചെയ്ത് കണ്ടോ. കമാൻഡ് ഹിസ്റ്ററി ജസ്റ്റ് നോക്കിയാൽ എന്തൊക്കെ ടൂൾസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഒരു കമാൻഡ് ഹിസ്റ്ററി നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ തൊട്ട് മുന്നേ എന്താണ് എടുത്തത്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ലൈൻ ചുമ്മാ ഒന്നും എടുത്തില്ലേ ആ ക്രോസ് ഹെയർ പഠിപ്പിച്ചപ്പോൾ കണ്ടോ, അത് ഏത് ലൈൻ ഞാൻ എടുത്തു, എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ജസ്റ്റ് നമുക്കൊരു കമാൻഡ് ഹിസ്റ്ററി നോക്കുമ്പോൾ മനസ്സിലാവും. ഒന്നുമില്ല, ടു സീ ദ ഹിസ്റ്ററി ഓഫ് കമാൻഡ്സ്. അത് ജസ്റ്റ് ഈ ഒരു ആരോ സിമ്പിൾ ഡ്രോപ്പ് ഡൗൺ ചെയ്തല്ലാതെ എന്ത് ഷോർട്ട് കീ കൊടുത്താൽ മതി, F2 എന്നുള്ള, ഞാൻ ഇപ്പോൾ F2 എന്നുള്ള ഷോർട്ട് കീ കൊടുത്താൽ നിങ്ങൾക്കത് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, കണ്ടോ, ഞാൻ ഇപ്പോൾ F2 അടിച്ചാണ് ഞാൻ എടുത്തത്. കണ്ടോ, F2 ഞാൻ എടുത്തത്. അപ്പം സെപ്പറേറ്റ് ഈ ഒരു കമാൻഡ് ഹിസ്റ്ററി ബോക്സ് ആ ഒരു കമാൻഡ് ലൈനിൻ്റെ കൂടെ ചേർന്നല്ലേ വരുന്നത്. F2 കൊടുത്തപ്പോൾ ഷോർട്ട് കീ കൊടുത്തപ്പോൾ സെപ്പറേറ്റ് ഒരു ബോക്സിൽ അപ്പിയർ ചെയ്യണമെങ്കിൽ Ctrl+F2 കൊടുക്കുക. എന്ത് കൊടുക്കുക, Ctrl+F2 കൊടുക്കുമ്പോഴത്തേക്ക് സെപ്പറേറ്റ് ഒരു ബോക്സിൽ നിങ്ങൾക്ക് അപ്പിയർ ചെയ്ത് വരും. സെയിം കാര്യം തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം എവിടെ നിന്നൊക്കെ ഇത് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് എങ്ങനെയൊക്കെ എടുക്കാം എന്നുള്ള ഷോർട്ട് കീസ് മനസ്സിലാക്കുക. അതായത് കമാൻഡ് ലൈനിലാണ് ഞാൻ പറയുന്നില്ലേ ഒരു മീഡിയേറ്റർ ആണെന്ന് പറഞ്ഞാൽ, അതായത് ഏതൊരു ഇപ്പോൾ ലൈൻ ടൂൾ എനിക്ക് വേണമെങ്കിൽ റിബൺ ടൂൾ ബാറിൽ നിന്ന് എടുക്കാം. അതല്ല, ഓരോ ടൂൾസിനും അതിൻ്റെതായ ഷോർട്ട് കീസ് ഉണ്ട്. ആ ഷോർട്ട് കീസ് ഞാൻ ഏതിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ലൈനിൻ്റെ ഷോർട്ട് കീ എനിക്കറിയാം L ആണ് ലൈനിൻ്റെ ഷോർട്ട് കീ, അപ്പോൾ L എൻ്റർ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പം ഈസി ആയിട്ട് അത് അക്സസ് ചെയ്യാനായിട്ട് നമുക്ക് ഷോർട്ട് കീസ് നമുക്ക് സ്പീഡിന് അറിയാമെങ്കിൽ കമാൻഡ് ലൈനിൽ നിർത്തി നമുക്ക് അവർ തന്നെ ചോദിക്കും അടുത്ത എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈസി ആയിട്ട് നമുക്ക് വരച്ച് പോകാം, ഡ്രോയിങ്സ് വരച്ച് പോകാമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സ്ക്രീനിൽ നമ്മൾ കാണുന്ന ഇത്രയൊരു ഡീറ്റെയിൽസാണ് നമ്മൾ ഏതിൽ പറഞ്ഞത്, നമ്മുടെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൽ പറഞ്ഞത്. ഓക്കെ,